ഏകദേശം 1,00,000 അടുപ്പിച്ചാണ് ഇന്ത്യൻ ലേബേഴ്സ് ഇസ്രായേലിൽ എത്തിയിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ഡേറ്റ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇസ്രായേലിലുണ്ടായിരുന്ന പാലസ്റ്റീൻ ലേബേഴ്സിനെ അവർ മുഴുവനും പുറത്താക്കി. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. കാരണം ഈ ലേബേഴ്സ് ആയിരുന്നു ഈ ഹമാസിൻ്റെ ആൾക്കാർക്ക് എന്താണ് ഇസ്രായേൽ നടക്കുന്നുള്ള കാര്യവും അവിടെ കോൺസേർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം അവർക്ക് ഫീഡ് ചെയ്തത്. പിന്നെ ഇസ്രായേലി ഇൻറ്റേർണൽ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ കൊണ്ടാണ് ഇവരെ പാലസ്റ്റീൻ ലേബേഴ്സായിട്ടുള്ളവരെ മുഴുവൻ അവിടുന്ന് പുറത്താക്കി വെസ്റ്റ് ബാങ്കിലോട്ട് കളഞ്ഞു. അവരെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ലേബേഴ്സിനെ കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് 1,00,000 പേരെത്തിയത്. നേരത്തെ ഈ പാലസ്റ്റീൻ ലേബേഴ്സ് താമസിച്ചുകൊണ്ടിരുന്ന അക്കോമഡേഷൻ അത് പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് ഇന്ത്യൻ ലേബേഴ്സിന് പുതിയ അക്കോമഡേഷനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് ഇസ്രായേലി ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് ഇസ്രായേലാണ് ഈ ഡീല് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1,35,000 രൂപയാണ് ഒരു നോർമൽ ലേബറിന് അവിടെ സാലറി കൊടുക്കുന്നത്. അതേപോലെ ടെക്നിക്കലായിട്ട് അറിയാവുന്നവർക്ക്, അതായത് ആശാരിപ്പണി, മേശിരിപ്പണി, അവർക്ക് 2-2.5 ലക്ഷം രൂപ ഇന്ത്യൻ കറൻസിയാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ അവർ കൊടുത്തിരിക്കുന്ന അഡീഷണലായിട്ട് കൊടുത്തത് ഈ അടുത്ത സമയത്താണ് ഡിക്ലെയർ ചെയ്യുന്നത്. എന്തെങ്കിലും ആക്സിഡൻറ്റ് ഇൻഷുറൻസ് വരുവാണെങ്കിൽ അത് 2.5 കോടി രൂപയാണ് ഇന്ത്യൻ കറൻസി അവരത് പ്രീമിയം എടുക്കുന്നത് ഓരോ ലേബേഴ്സിന്. കാരണം അവിടെ വാറിൻ്റെ സോണാണ്. കാരണം ഹിസ്ബുള്ളയുമായിട്ട് വാറിൻ്റെ പേരിൽ ഒരു മലയാളി കഴിഞ്ഞിടയ്ക്ക് മരിക്കുകയും ചെയ്തു. അത് ഏകദേശം 2.5 കോടിയും. അതേപോലെ തന്നെ അങ്ങനെ മരിക്കപ്പെടുന്ന ഒരു ലേബറിൻ്റെ ഫാമിലിക്ക് ഇത്ര 12,000 രൂപ അവർക്ക് ഏകദേശം 20 കൊല്ലത്തോളം അവർക്ക് പെൻഷൻ കൊടുക്കും. അവരുടെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിൻ്റെ ചെലവും ഇസ്രായേൽ ഗവൺമെൻറ് ഏറ്റെടുക്കും. ഇതാണ് ഇസ്രായേലി പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഞാനിത് പറഞ്ഞത്. ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം മലയാളികളായ പല ലേബേഴ്സിനും ഇപ്പം അവിടെ പോകാനുള്ള പ്രശ്നമൊന്നുമില്ല. കാരണം 2 വർഷം കൊണ്ട് അവിടെ ഏകദേശം 3 ലക്ഷത്തോളം ഇന്ത്യൻ ലേബേഴ്സിനെയാണ് എടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാരണമെന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ വാർ സോണുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ അവിടെ ലേബർ വർക്കിന് പോകുന്നവർ സൂക്ഷിച്ച് വേണം ആ ഒരു ഭാഗത്ത്. കാരണം അവിടെ എപ്പോഴും ഈ പറയുന്ന പോലെ മിസൈൽ വീഴാൻ സാധ്യതയുണ്ട്, ബോംബ് പൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം അത് ഈ പലസ്റ്റീൻ്റെയും ലെബനൻ്റെയും ഒക്കെ ബോർഡർ പ്രദേശമാണ്. കാരണം അവിടെ ആപത്തിൻ്റെ ഒരു സൂചനയുണ്ട്. കാരണം അതുകൊണ്ടാണ് മലയാളികളായ ഒരു മലയാളി മരിക്കുകയും മറ്റൊരാൾ സീരിയസ്ലി ഇഞ്ചേർഡ് ആവുകയൊക്കെ ചെയ്തത്. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു പോയിന്റ്, ഇസ്രായേലിലോട്ട് അവർ ഒരു കാരണവശാലും പാകിസ്ഥാനിൽ നിന്നുള്ള ലേബേഴ്സിനെ എടുക്കത്തില്ല, ബംഗ്ലാദേശിൽ നിന്നുള്ള ലേബേഴ്സിനെ എടുക്കത്തില്ല. അവർ നേപ്പാളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും എടുക്കും. പക്ഷേ അവരെക്കാൾ ടെക്നിക്കലി സ്കിൽഡാണ് ഇന്ത്യൻ ലേബേഴ്സ്. അതാണ് ഏറ്റവും പ്രാധാന്യം. കാരണം ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആയതുകൊണ്ട് ഈ സ്പോൺസർഷിപ്പിൻ്റെ പ്രശ്നവും ഈ സാലറി കൊടുക്കാത്ത പ്രശ്നവും അവിടെ ഉണ്ടാകുന്നില്ല. പിന്നെ ഇവരുടെ ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രത്യേക ഇൻസ്പെക്ഷൻ ടീമുണ്ട്. അവർ തന്നെയാണ് അതിനെ മോണിറ്റർ. കാരണം ഇന്ന് ഇസ്രായേലിൽ ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. കാരണം അവർക്ക് 3 ലക്ഷത്തിനടുപ്പിച്ചോളം ലേബേഴ്സിനെ അടുത്ത 2 വർഷത്തിനുള്ളിൽ അവർക്ക് ആവശ്യമുണ്ട്. കാരണം കൺസ്ട്രക്ഷൻ വർക്ക് അവിടെ ഗോലൻ ഹൈറ്റ് ആണെങ്കിലും പല ഭാഗത്തും, കാരണം എമിഗ്രേഷൻ്റെ പ്രശ്നമാണെങ്കിൽ പുതിയതായിട്ട് അവർ സെറ്റിൽ ചെയ്യുന്ന കോളനികൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ നടക്കുകയാണ്. കാരണം അവർക്ക് ഇന്ത്യൻ ലേബേഴ്സിനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഒരു ലീഡർ ബിനോയ് വിശ്വം പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇതിൽ ബാൻ ചെയ്യണം, അങ്ങോട്ട് വിടരുതെന്നൊക്കെ പറഞ്ഞു. കാരണം അയാൾക്ക് ഈ CPI എന്ന് പറഞ്ഞ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ ലേബർമാരെ സഹായിച്ചിട്ടുള്ള പാർട്ടിയാണെന്ന് ആലോചിച്ച് നോക്കണം. കാരണം അതല്ല, ഇതിനകത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഓപ്പണായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇസ്രായേലി സിറ്റിസൺഷിപ്പ് ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇൻ ഫ്യൂച്ചറിൽ. കാരണം ഇസ്രായേൽ ഒരു ഡെവലപ്ഡ് നേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം ഒരു യൂറോപ്യൻ കൾച്ചറാണ് അവിടുത്തെ പ്രശ്നം. അവിടെ ഈ പറയുന്ന പോലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ജനങ്ങളും വളരെ സോഫ്റ്റാണ്. പിന്നെ അവരുമായിട്ട് യോജിച്ച് പോകുവാൻ സാധിക്കും. പിന്നെ ഇത്രയും നല്ലൊരു പാക്കേജും
ഇതേപോലെ ഇൻഷുറൻസ്, കാരണം 2.5 കോടി സംഭവം എന്ന് പറയുന്നത് ഒരു ചെറിയ പാക്കേജ് അല്ല. പിന്നെ മറ്റുള്ള എല്ലാ സംഭവങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട്. നല്ല അക്കോമഡേഷൻ ഫെസിലിറ്റിയാണ് ഇപ്പോൾ അവർക്ക് ഇന്ത്യൻ ലേബേഴ്സിന് കൊടുക്കുന്നത്. അതായത് ഒരു പുതിയ ഓപ്പണിംഗ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ അംബാസിഡർ നേരിട്ടാണ് പല എഗ്രിമെൻറ്റുകളും ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്തൊരു ഹാങ്കി പാങ്കി വിഷയം സംഭവമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ആരും നിങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് ചീറ്റിങ്ങും പരിപാടിയൊന്നുമില്ല. എല്ലാം പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റേഷനും പ്രോപ്പർ കോൺട്രാക്റ്റും മുഖാന്തരം ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആയതുകൊണ്ട് ഈ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേപോലെ ഇന്ത്യൻ ലേബേഴ്സിന് ലോകത്ത് മുഴുവനും ഡിമാൻഡുണ്ട്. അതായത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നോക്കുകയാണെങ്കിൽ ദോഹ, സൗദി അറേബ്യ, UAE ആണെങ്കിൽ പോലും ഇന്ത്യൻ ലേബേഴ്സിന് നല്ല ഡിമാൻഡുണ്ട്. അതേപോലെ തന്നെ പക്ഷേ അവിടുത്തെ സാലറി ഇസ്രായേലിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പം അതൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ലേബേഴ്സിൻ്റെ ഡിമാൻഡ് സ്കിൽഡ് വർക്കേഴ്സും കൂടിയാണ്. അതായത് ഇസ്രായേലിലോട്ട് ഇപ്പം കിട്ടിയിരിക്കുന്നത്, അതായത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവർ പറയുന്ന ഒരു കാരണവശാലും അത് ശ്രദ്ധിക്കരുത്. കാരണം ബിനോയ് വിശ്വം ആണെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യക്കാരായ ലേബേഴ്സിന് വലിയ പ്രതിസന്ധിയും പ്രശ്നമൊന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. നല്ല പാക്കേജും മറ്റുള്ള എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇസ്രായേൽ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് കിട്ടാവുന്ന പരമാവധി ഉള്ളവർ അവിടെ ജോലിക്ക് പോകാൻ ശ്രമിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്.